Hello, welcome to my YouTube channel Sindhuja's Daily Dazzle. I welcome you all to my exam trip vlog. എക്സാം എടുത്ത ഭാരത വ്ളോഗിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോ അങ്ങനെ ഞാൻ ബൈക്കിലാണ് ഇത്തവണ എക്സാം എഴുതാൻ പോകുന്നത്. സോ ലൈക്ക് എ റൈഡർ ഗേൾ അപ്പിയറൻസ്. സോ വട്ടപ്പാറ കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് നേരെ ആ ടേണായി വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെയും ആ ഭാഗങ്ങൾ വളവും തിരിവുകളും ഒക്കെ ആയി. അതിനുശേഷം എൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു റീലെടുത്തു. ഒരു ഇൻസ്റ്റയിൽ നോക്കുക ഏത് പാട്ടാണ് അതിലിട്ടിരിക്കുന്നത് എന്നുള്ളത് ഇതേ അപ്പിയറൻസിൽ. സോ നല്ലൊരു രസമായിരുന്നു. ഞാൻ എക്സാംസൊക്കെ സാധാരണ എഴുതാൻ പോകുന്ന AC ട്രെയിനിലാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു ട്രിപ്പാകാം ത്രൂ ഹൈവേ. സോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എപ്പോഴും ട്രെയിനിൻ്റെ വ്ളോഗ്സ് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മടുപ്പ് വരും. സോ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് ഐ തോട്ട് ദിസ് ടൈം ഐ വിൽ ഗോ ലൈക്ക് എ റൈഡർ ഗേൾ ടു റൈറ്റ് ദ എക്സാം. ആൻഡ് വേർ ഐ എം ഗോയിങ് യു ഹാവ് ടു വാച്ച് ടിൽ ദ എൻഡ്. ഏത് സ്ഥലത്താണ് ഞാൻ എക്സാം സെൻ്റർ എന്നുള്ള കാര്യങ്ങളെക്കുള്ള ഞാൻ പറയാം. വ്ലോഗിൻ്റെ അവസാനം വരെ കാണുക. So when I started traveling I felt tired, so I thought chalo I will stop at Hotel Arias, which is a place called Enath. അപ്പോൾ ഏനാത്തിലെ ആരിയസിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഞാൻ ചപ്പാത്തി വട പിന്നെ ചപ്പാത്തിയുടെ കൂട്ടത്തുള്ള കറീസിൻ്റെ അപ്പിയറൻസ് ഇതാണ്. റെഡ് സ്ലീവ്ലെസ്. ഇത് പിന്നെ നല്ല വെയിലായതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊക്കെ പിടിപ്പിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കാര്യങ്ങളും ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വന്നു. ചപ്പാത്തിയുടെ കൊടുത്ത് വട വെച്ചിട്ടുണ്ട്, ഒരു അപൂർവ കോംബോ. പിന്നെ ചട്നി, സോയ ചങ്ക്, മറ്റേ വൈറ്റ് ചട്നി, കർഡ്, പിന്നെ ഒരു കോഫി. ഓഫ് കോഴ്സ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ റാബിറ്റ് കുട്ടനപ്പുറത്ത് കിടക്കുന്നുണ്ട് ആ ബാഗ്. സോ ദാറ്റ്സ് ദ തിങ്. ഞാനിത് തിന്നട്ടെ. തിന്നതിന് ശേഷം കാണാം. കോഫി കുടിക്കുമ്പോൾ കാണാം. ഇത് കഴിച്ചതിന് ശേഷവും കോഫി കുടിച്ചതിന് ശേഷവും ഞാൻ നിങ്ങളെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ എക്സ്റ്റീരിയർ കാണിക്കുന്നതാകാം. ഓക്കെ, അതുകൊണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്ത് എനിക്ക് വരെ വാച്ച് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, 6th ഏർലി മോർണിംഗ് 7 മണിക്കാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത് ഷടകത്തിൻ്റെ. സോ 7th എൻ്റെ എക്സാം. സോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കോഫി വന്നു. കോഫി കുടിച്ചതിന് ശേഷം ഞാൻ പുറത്തോട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. ഏത് റെസ്റ്റോറൻറ്റാണ് എവിടെയാണെന്നുള്ളത് വ്ളോഗ് സ്കിപ്പ് ചെയ്ത് കാണുക എല്ലാവരും. അങ്ങനെ ഞാൻ കഴിച്ച റെസ്റ്റോറൻറ്റ് ഏനാത്തിൻ്റെ ഹൈവേയിൽ സൈഡിലിരിക്കുന്ന ഹോട്ടൽ ആരിയസ് ആണ്. ഈ ഇടയ്ക്ക് വന്നൊരു റെസ്റ്റോറൻറ്റാണ് അല്ലെങ്കിൽ ഹോട്ടലാണ്. അടിപൊളിയാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്യുക. അങ്ങനെ അതിന് ശേഷം അടുത്ത് ഞാൻ വ്ളോഗ് വലിച്ചു നിറതിരിക്കാൻ വേണ്ടി അടുത്ത് ഞാൻ കോട്ടയത്ത് പുളിമൂട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവർ ട്രെൻഡ്സിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ചേട്ടൻ്റെ ഒരു നെല്ലിക്ക ലൈം കടയുണ്ട്. അറിയാമെന്നുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക, അവർക്കറിയായിരിക്കും. സോ അത് ഞാൻ കുടിച്ചു. അതിനുശേഷം ഞാൻ ചെക്ക് ഇൻ ചെയ്തു. പുളിമൂട് ജംഗ്ഷനിൽ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്തത്. പിന്നെ ആ പ്രോപ്പർട്ടി വിശേഷിച്ച് ബ്ലോഗിൻ്റെ അവസാനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്യൂൺ. സോ ഞാൻ കരിമീൻ പൊള്ളിച്ചതും ഊണുമൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് കുമരകത്ത് നിന്ന് ഫുഡ് അടിക്കാമെന്ന് വെച്ചു. കുമരകം ഈ മീൻ പൊള്ളിച്ചതിനൊക്കെ ഫേമസ് ആണല്ലോ. സോ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ച് ഞാൻ പോയി. മീൻ അടിപൊളിയായിരുന്നു. അങ്ങനെ കരിമീൻ പൊള്ളിച്ചത് പറയേണ്ടതുണ്ടോ, അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ചോറ് വൈറ്റ് റൈസ് ആയിരുന്നു. ഓക്കെ ആയിരുന്നു. കറീസും സം വാട്ട് പിക്കിളും ഇതുമൊക്കെ ഉണ്ട്. ബട്ട് ഐ എൻജോയ് ദ ഫിഷ്. അത് നിങ്ങളും ട്രൈ ചെയ്യുക. കുമരകത്ത് അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിനുശേഷം ഞാൻ കുമരകത്ത് ഫുഡ് അടിച്ച റെസ്റ്റോറൻറ്റ് തറവാട് എന്ന് പറയുന്നതാണ്. കാണാൻ ഒരു ഹട്ട് ലൈഫ് മോഡലിട്ടുള്ളത്. അവിടെ പോയിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യുക. സോ അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ടായി ഇറങ്ങി അടുത്ത് പോകുന്ന ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. അതിനുശേഷം രാത്രി ഞാൻ തിരുനക്കര ക്ഷേത്രത്തിൽ പോയി. അവിടുത്തെ ആന പിന്നെ അവിടുത്തെ പഠിക്കലിരുന്നത്. കാരണം അടുത്ത ദിവസം എക്സാമാണ് കേട്ടോ. ദൈവത്തിനൊന്ന് സോപ്പിടാൻ വേണ്ടി പോയതെന്ന് കൂട്ടിക്കോ. സോ എൻ്റെ കോട്ടയം ട്രിപ്പിലെ സ്റ്റേ എവിടെയാണെന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലി അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ. സോ ഞാനിവിടെ ഒരു ആവശ്യമായിട്ടാണ് വന്നത്. സോ കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ആ സമയം ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ കുറേ ആയിട്ടുള്ള കട്ടിലിൻ്റെ ഫോർമാറ്റിങ്ങും കാര്യങ്ങളാണ് കിടക്കുന്നത്. എന്തായാലും കാണിച്ചു തരാൻ ഉള്ളൊരിതിന് വേണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കർട്ടനുണ്ട്, എക്സ്റ്റെൻഡിങ് ടൈപ്പ് ബീഡ്സ് വെച്ച്. പിന്നെ ഇരിക്കാനുള്ളൊരിതും, പിന്നെ നമ്മുടെ ഒരു ടേബിള്, പിന്നെ വാർഡ്രോബുണ്ട്. അത്യാവശ്യം പ്രോപ്പർട്ടി ഇവിടെ വരണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ കട്ടിലുണ്ട്. അത് ഞാൻ ബാക്ക് വ്യൂ കാണിച്ചു തരാം. ഓക്കെ, അല്ല ഞാൻ ഇരിക്കുന്നതും കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു കട്ടിലാണ്. ബെഡ് ലാമ്പ് ഉണ്ട്. ഈ അവസ്ഥയായി. ഇൻ്റർകോം ഉണ്ട്.
കാരണം ഞാനിത് കയറുന്നതിന് മുമ്പ് എടുത്തതല്ല, ഞാൻ പറഞ്ഞല്ലോ കയറി കഴിഞ്ഞ് യൂസ് ചെയ്തതിന് ശേഷം എടുത്ത അലങ്കോലമാണ്. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ബാത്റൂം ഈ പറഞ്ഞ കഴിഞ്ഞാൽ ഡെൻ്റൽ കിറ്റ്, പേസ്റ്റ്, കുഞ്ഞി, ഞാൻ പോകുന്ന എല്ലാ പ്രോപ്പർട്ടിയിലും ഉണ്ട്. കണ്ണാടി 2 സൈഡിലും ഉണ്ട്. ടവൽ ഹാങ്ങർ, സോപ്പ്, പിന്നെ വെള്ളം അത്യാവശ്യം ചൂടായിട്ട് വരുന്നത്, ഷവർ, അത്യാവശ്യം നീറ്റായിരുന്നു ബാത്റൂം. പിന്നെ മറ്റേ ടവൽ ഹാങ്ങർ, ടവലല്ല ഡ്രസ് ഹാങ്ങർ സോറി. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റിന് സെപ്പറേറ്റ് ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. ഫുഡ് വേസ്റ്റിന് അപ്പുറത്ത് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഫയർ റൂട്ട് മാപ്പും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇൻ കേസ് തീ പിടിച്ചാൽ. ലൈറ്റിംഗ് ഒരു വാം ലൈറ്റ് മോഡാണ്. ലിഫ്റ്റ് ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക്. ആക്ച്വലി 7th ഫ്ലോറാണ്. ഇതാണ് നമ്മുടെ ഒരു ക്യാമ്പസ്. സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ വ്ലോഗിൻ്റെ അവസാനം വരെ കാണുക. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് കുമരകത്തിൽ നിന്ന് ഡ്രസ്സ് മാറി കുളിച്ചിട്ടാണ് രാത്രി അമ്പലത്തിൽ പോയത്. ഉണ്ട്, ഫാനുണ്ട്, TV ഉണ്ട്, ഞാനുണ്ട്. ഈ കാഷായ വസ്ത്രം എന്തെന്നുള്ളതിൽ അത്ഭുതപ്പെടണ്ട, അത് ഞാൻ ബ്ലോഗിൻ്റെ അവസാനം പറയാം. കാഷായ വസ്ത്രം ഞാനും വെച്ചാൽ കമ്പനിയല്ല, ബട്ട് സ്റ്റിൽ ഒരു കാര്യമുണ്ട്, അവസാനം വരെ കാണുക. ഫുഡ് വേസ്റ്റ് വെക്കാനൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് ബാത്റൂമിൻ്റെ താഴെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു. അങ്ങനെ നിങ്ങളുടെ സിന്ധുജ നിന്ന പ്രോപ്പർട്ടി കോട്ടയത്തെ ഇതാണ്. ഏത് പ്രോപ്പർട്ടിയാണെന്നുള്ളത് അറിയാൻ എന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ കാണിച്ച പ്രോപ്പർട്ടിയാണ് വിശാലമായിട്ടുള്ള. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുള്ളവർക്ക് ഇതിനകത്തൊക്കെ ഞാൻ കാണിച്ചു. സോ അത്യാവശ്യം റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. കോട്ടയം ടൗണാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. എൻ്റെ ഹൃദയത്തിൽ രാത്രി സമയം ഒരു കുൽഫി രസിച്ച് തിന്നുന്നു. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ 7-ാം തീയതി ഞാൻ എക്സാം സെൻറ്ററിൽ എത്തി. എക്സാം എഴുതി കഴിഞ്ഞു. ചടയെന്നൊരു കുൽഫി കഴിച്ചതിൻ്റെ അവിടെ ഉള്ളൊരു ചെറിയൊരു ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ഒരു മിക്സഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് വിത്ത് ഐസ്ക്രീം കഴിച്ചു. പരീക്ഷ എഴുതിയ ക്ഷീണം തീർക്കാൻ. പരീക്ഷ അത്യാവശ്യം എഴുതിയവർക്കറിയാം. ഏത് പരീക്ഷയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. 7-ാം തീയതി കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു. സോ അത് അത്യാവശ്യം ഡിഫിക്കൽട്ടായിരുന്നു. നോക്കാം, ഇനി കട്ട് ഓഫ് വരുമ്പോൾ അറിയാം. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ തിരിച്ച് 7-ാം തീയതി തന്നെ പരീക്ഷ എഴുതി ഉച്ചയ്ക്ക് തിരിച്ച് വന്നപ്പോൾ തോളിശ്ശേരി, നമ്മുടെ ചങ്ങനാശ്ശേരി കഴിഞ്ഞെടുത്ത് വരുന്ന എന്തൊരു സ്ഥലമാണ്, അവിടെ കാസി കിച്ചൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അൽഫാമും 2 കുബൂസ്. ഒരു കുബൂസ് സാധാരണ വരുന്ന 2 കുബൂസും മയോണീസും സാലഡുമായിട്ടൊരു പിടി പിടിച്ചു. പിന്നെ ബ്ലൂ കറിയോ മൊജിറ്റോയും ഞാൻ കുടിച്ചു. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ പാസ് ബൈ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ കഴിച്ച ഫുഡ് കഴിക്കുക. അത് അടിപൊളിയായിരുന്നു. ബാക്കി ഫുഡ്സിനെ പറ്റി എനിക്കറിയില്ല. സോ ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു AC റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്താ നമ്മുടെ ആ ബ്ലൂ കളർ മൊജിറ്റോ, ബ്ലൂ കളറാണ് ഞാനത് കുടിക്കട്ടെ. അതിനുശേഷം വൈകിട്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഈ ഡ്രസ്സ് ഇടാൻ കാരണം എക്സാം എഴുതാൻ പോയത് കൊണ്ടാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ്.